ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ കളയുന്ന ഓറഞ്ചിൻ്റെ ആ തൊലി ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലം കേക്കിലേക്കൊക്കെ ചേർക്കാൻ പറ്റിയ ഒരു ഡ്രൈ ആക്കി എടുക്കാൻ പറ്റിയ ഒരു രീതിയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കയർപ്പൊന്നും ഇല്ലാതെ നമ്മൾ ഷുഗർ സിറപ്പിനകത്തിട്ടിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് കുറച്ച് പഞ്ചസാര പാനിയുടെ ആവശ്യമുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഒരുപാട് നാൾ കേടുകൂടാതെ ഇത് നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വൈറ്റ് പാർട്ട് കളയാൻ ഈസി ആയിരിക്കും. ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ ഈ വൈറ്റ് പാർട്ട് ഒട്ടും ഇല്ലാതെ എടുക്കണം, ഇല്ലെങ്കിൽ ഇത് നല്ല കയർപ്പുണ്ടാവും. ഈ വൈറ്റ് കളറിലുള്ള ഭാഗം ഇരിക്കുമ്പോഴാണ് കയർപ്പുണ്ടാവുന്നത്. നമ്മൾ കേക്കിലേക്കൊക്കെ ചേർക്കുമ്പോഴായാലും ഓറഞ്ചിൻ്റെ പീലൊക്കെ ചേർക്കുമ്പോൾ ഈ വൈറ്റ് കളർ ആവാതെയാണ് എടുക്കുന്നത്. അതേപോലെ ഈ വൈറ്റ് കളർ എടുത്തു മാറ്റണം. ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാൻ ഒന്നും കൂടെ ഈസിയാണ്. ഈ ഓറഞ്ചിൻ്റെ പീലെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ പ്ലം കേക്കിൻ്റെ ഒരു 2-3 കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള പ്ലം കേക്കാണ്. എല്ലാവരും ആ വീഡിയോ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഓറഞ്ചിൻ്റെ തൊലിയിലുള്ള കയ്പ്പൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോൾ ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിന് ഈ വെള്ളം കളയാം. ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതും നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ വെള്ളവും കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കയർപ്പ് ടേസ്റ്റ് ഒരുപാടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ തിളപ്പിച്ചെടുക്കണം. ഇതിനിപ്പോൾ അത്ര കയർപ്പില്ല, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം മാത്രമേ തിളപ്പിച്ചെടുക്കുന്നുള്ളൂ. ഈ വെള്ളവും കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ പഞ്ചസാരയുടെ പകുതി ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. നല്ലപോലെ പാനിയാക്കി എടുക്കണം. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാനിയാക്കി എടുക്കാം. ആ സമയം കൊണ്ട് ഈ ഓറഞ്ചിൻ്റെ തൊലി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ചൂടോടെ തന്നെ ഇരിക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി പഞ്ചസാര പാനിയിൽ ഇട്ട് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ നല്ല ഹാർഡായിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതേപോലെ ഇത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുക്കുന്ന ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങളിത് കടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു ചെറിയൊരു കയർപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പഞ്ചസാര പാനിയിലിട്ട് ഇത് വിളയിച്ചെടുക്കുമ്പോൾ ആ ഒരു കയർപ്പ് ടേസ്റ്റ് മാറി കിട്ടും. പഞ്ചസാര പാനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം പാനി റെഡി ആയിട്ടുണ്ടോ എന്ന്. നല്ലതുപോലെ കുക്കായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഓറഞ്ച് പീലെല്ലാം കട്ട് ചെയ്തതിന് ശേഷം മാത്രം പാനി തയ്യാറാക്കി എടുത്താലും മതി. പാനി കൈകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂൽ പരുവാവുന്നതിന് ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഇതിലേക്ക് ഓറഞ്ചിൻ്റെ പീല് ചേർത്ത് കൊടുക്കേണ്ടത്. ഓറഞ്ച് പീല് ചേർത്ത് കഴിയുമ്പം കുറച്ചൊന്ന് പാനിയൊക്കെ കുറച്ചൊന്ന് ലൂസാവും. എന്നിട്ട് ഇത് അതിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് വിളയിച്ചെടുത്തിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് വറ്റിയിട്ടുണ്ട്. കുറച്ചൊന്ന് വറ്റാനുണ്ട്. അത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പം ഇതങ്ങ് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് ചൂട് പൊക്കി കഴിയുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഈ പാനിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെയാണ് വേണ്ടത്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് നാൾ നമുക്കിത് കേടുകൂടാതെ തന്നെ വെച്ചേക്കാനും പറ്റും. പ്ലം കേക്കിലൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ അതുപോലെ വേറുള്ള ഓറഞ്ചിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വേറുള്ള കേക്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ചൂട് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും ഗ്ലാസിൻ്റെ ഒരു ടിന്നിലേക്ക് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എയറൊന്നും കയറാത്ത രീതിയിൽ അടച്ച് വെക്കുക. പുറത്ത് തന്നെ ഒരു 2 മാസത്തോളം വെച്ചേക്കാൻ പറ്റും. അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിലേക്ക് വേറെ പഞ്ചസാരയും ഓറഞ്ചിൻ്റെ പീലും മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടുമില്ല. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ സമയമുള്ളപ്പോഴൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ വെച്ചേക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ പ്ലം കേക്കിൻ്റെ 3 വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കണ്ടു നോക്കുക. താങ്ക്